സ്കൂളിലെ മറ്റ് കുട്ടികളുടെ ക്രൂരമായ മർദ്ദനമേറ്റ് പരിക്കുകളോടെ ആശുപത്രി കിടക്കയിലായ ഒരു 10 വയസ്സുകാരനെ നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണത്. അതെ, ഭയന്ന് വിറച്ച് ആരുമായും മിണ്ടാതെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് ഒളിച്ചോടിയൊരു കുട്ടി. ഇനിയൊന്നാലോചിച്ചു നോക്കിയേ, അതേ കുട്ടി വളർന്നു വലുതായി ഇന്ന് ഭൂമിക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം സാറ്റലൈറ്റുകളും നിയന്ത്രിക്കുന്നു. ശരിക്കും. അതായത് $400 ബില്യൺ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യം പറഞ്ഞാൽ ഏതെങ്കിലും സിനിമയിലെ കഥയാണെന്നേ തോന്നൂ, അല്ലേ? തീർച്ചയായും. എന്നാൽ സ്രോതസ്സുകളിലെ വിവരങ്ങൾ വെച്ച് നമ്മളിന്ന് നടത്താൻ പോകുന്ന ഈ ഡീപ് ഡൈവ് ഇലോൺ മസ്ക് എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചാണ്. ഹൗ ഇലോൺ മസ്ക് ബിക്കേം ദ വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ എന്ന യൂട്യൂബ് വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റാണ് നമ്മുടെ പ്രധാന സ്രോതസ്സ്. കേവലം ഒരു ജീവചരിത്രം വായിച്ചു തീർക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. അതേ, ഒരിക്കലുമല്ല. സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചിലർ യാഥാർത്ഥ്യമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ താൽപ്പര്യമുള്ളവരോ ആണ് നിങ്ങളെങ്കിൽ ഈ ചർച്ച നിങ്ങൾക്ക് മികച്ച ഉൾക്കാഴ്ചകൾ നൽകും. തീർച്ചയായും. മനുഷ്യന്റെ മനഃശാസ്ത്രം പ്രതിസന്ധികളെ എങ്ങനെ നേരിടുന്നു എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണിത്. അതെ, നിരന്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആ കുട്ടിയിൽ നിന്ന് ഇന്നത്തെ വിവാദ നായകനിലേക്കുള്ള ആ മാറ്റം, ആ ചിന്താഗതി, ബിസിനസ് തന്ത്രങ്ങൾ, ഇതെല്ലാം നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. നമുക്ക് ആ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. 1971 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അച്ഛനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്നു, അമ്മ മോഡലും. ശരിയാ. ഈ സ്രോതസ്സുകളിൽ എന്നെ ഏറ്റവും അതിശയിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണത്? കുട്ടിക്കാലത്ത് അദ്ദേഹം ഇടയ്ക്കിടെ ചുറ്റുപാടുമുള്ളതൊന്നും അറിയാത്ത ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് ആരുമായും പ്രതികരിക്കാതാകുമ്പോൾ അദ്ദേഹത്തിന് കേൾവിക്കുറവാണെന്ന് കരുതി മാതാപിതാക്കൾ ഡോക്ടർമാരുടെ അടുത്തുവരെ കൊണ്ടുപോയി. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരുന്നത്? അതൊരു മെഡിക്കൽ പ്രശ്നമേ ആയിരുന്നില്ല. ആ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ തലച്ചോർ ശരിക്കും ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുകയായിരുന്നു. ഓ, അതായത് എല്ലാം പ്രോസസ്സ് ചെയ്യുകയാണല്ലേ? അതെ. പുറം ലോകവുമായുള്ള സമ്പർക്കം പൂർണ്ണമായും വിച്ഛേദിച്ച് വളരെ സങ്കീർണമായ ആശയങ്ങൾ തലച്ചോറിനുള്ളിൽ പ്രോസസ്സ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലളിതമായി പറഞ്ഞാൽ ഡേറ്റകൾ മാത്രം വിശകലനം ചെയ്യുന്ന ഒരു സയൻസ് ലാബ് ആ തലച്ചോറിനുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ റിപ്പോർട്ടിലുള്ള രസകരമായ ഒരു സംഭവമാണ്. കളിസ്ഥലത്ത് പോയി കളിക്കേണ്ട പ്രായത്തിൽ ഈ കുട്ടി ലൈബ്രറിയിലെ എൻസൈക്ലോപീഡിയകൾ മുഴുവൻ വായിച്ചു തീർക്കുകയായിരുന്നു. അത്ഭുതം തന്നെ. ഒരിക്കൽ ഇരുട്ടിനെ ഭയക്കുന്ന സ്വന്തം കസിനോട് ഈ കൊച്ചുകുട്ടി പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇരുട്ടെന്നാൽ വെളിച്ചത്തിന്റെ അഭാവം മാത്രമാണ് എന്ന്. അതെ, അതായത് 400 മുതൽ 700 നാനോമീറ്റർ വരെയുള്ള തരംഗദൈർഘ്യത്തിന്റെ അഭാവം. കൃത്യം. അതിൽ ഭയക്കാൻ ഒന്നുമില്ലാന്ന് പറഞ്ഞു. ചിന്തിച്ചു നോക്കൂ, ഒരു സാധാരണ കുട്ടിക്ക് തോന്നേണ്ട സ്വാഭാവികമായ വികാരങ്ങളെക്കാൾ അദ്ദേഹം ഡാറ്റയ്ക്കും ലോജിക്കിനുമാണ് മുൻഗണന നൽകിയത്. പക്ഷേ ആ ലോജിക് അദ്ദേഹത്തിന് ഗുണം ചെയ്തത് പിൽക്കാലത്താണ്. കുട്ടിക്കാലത്ത് അത് അദ്ദേഹത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി. സ്കൂളിൽ കടുത്ത ബുള്ളിയിങ് ആണ് അദ്ദേഹം നേരിട്ടത്. കോണിപ്പടിയിലെ സംഭവമല്ലേ? അതെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ആശുപത്രിവാസം അത് വെറുതെ ഒരു തല്ല് കിട്ടിയതായിരുന്നില്ല. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ കോണിപ്പടിയിൽ നിന്ന് തള്ളിയിടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതാണ്. കേൾക്കുമ്പോ തന്നെ പേടിയാകുന്നു. പോരാത്തതിന് 8 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വിവാഹമോചനം നേടി. ഈ നിരന്തരമായ ഒറ്റപ്പെടലും വേദനകളും ഒരുപക്ഷെ മറ്റാരെങ്കിലുമായിരുന്നുവെങ്കിൽ വൈകാരികമായി തകർത്തേന്. ഉറപ്പായും. എന്നാൽ ഇവിടെ മനുഷ്യരുമായുള്ള വൈകാരിക ബന്ധങ്ങളെക്കാൾ സുരക്ഷിതത്വം യന്ത്രങ്ങളിലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു തുടങ്ങി. അദ്ദേഹത്തിന്റെ ആ റെസീലിയൻസ് അവിടെ നിന്നാണ് രൂപപ്പെടുന്നത്. നിൽക്കൂ, അപ്പോൾ ഈ വൈകാരികമായ തകർച്ചകളെ അദ്ദേഹം മറികടന്നത് സാങ്കേതികവിദ്യയിലൂടെയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, 100%. കാരണം 10ാം വയസ്സിൽ ഒരു കമ്പ്യൂട്ടർ ലഭിച്ചപ്പോൾ അദ്ദേഹം ചെയ്തത് അവിശ്വസനീയമാണ്. 6 മാസം കൊണ്ട് പഠിച്ചു തീർക്കേണ്ട ബേസിക് എന്ന പ്രോഗ്രാമിംഗ് പുസ്തകം ഉറക്കമില്ലാതെ വെറും 3 ദിവസം കൊണ്ടാണ് അദ്ദേഹം പഠിച്ചു തീർത്തത്. അതാണ് ഫോക്കസ്. 12ാം വയസ്സിൽ ബ്ലാസ്റ്റർ എന്നൊരു വീഡിയോ ഗെയിം സ്വന്തമായി കോഡ് ചെയ്തു. അത് $500 വിറ്റു. 80കളിലെ ഒരു 12കാരൻ സോഫ്റ്റ്വെയർ വിൽക്കുക. ആ ട്രോമ എങ്ങനെയാണ് ഇത്രയും വലിയ ഫോക്കസായി മാറുന്നത്? മനുഷ്യർ അദ്ദേഹത്തെ വേദനിപ്പിച്ചു. പക്ഷെ കമ്പ്യൂട്ടർ കോഡുകൾ കൃത്യമായ ലോജിക്കിൽ പ്രവർത്തിക്കുന്നവയാണ്. അവ ചതിക്കില്ല. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ലക്ഷ്യം കൂടുതൽ വിശാലമാവുകയായിരുന്നു. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കാനഡ വഴി
അമേരിക്കയിലേക്ക്. തന്റെ സ്വപ്നരാജ്യമായ അമേരിക്കയിലേക്ക് അദ്ദേഹം എത്തുന്നു. 1995-ൽ ഇന്റർനെറ്റ് ലോകത്ത് പിച്ചവെച്ച് തുടങ്ങുന്ന കാലത്താണ് സ്വന്തം സഹോദരൻ കിംബലുമായി ചേർന്ന് Zip2 എന്നൊരു ഓൺലൈൻ ഡയറക്ടറി അദ്ദേഹം ആരംഭിക്കുന്നത്. Zip2. ഇലോൺ പകലന്തിയോളം ഇരുന്നു കോഡിംഗ് ചെയ്യും. കിംബൽ പുറത്തുപോയി കടകളിലെ ആളുകളെ ഇതിൽ ലിസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഒടുവിൽ 99-ൽ ഈ കഷ്ടപ്പാടിന് വലിയൊരു ഫലം ലഭിച്ചു. കോമ്പാക്ട് കമ്പനി $37 മില്യൺ അത് വാങ്ങി. 37 മില്യൺ? അതെ, തന്റെ 27-ാം വയസ്സിൽ അദ്ദേഹത്തിന് ലഭിച്ചത് $22 ദശലക്ഷം. അവിടെ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നത്, എനിക്കാണ് 27-ാം വയസ്സിൽ $22 മില്യൺ കിട്ടുന്നതെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ദ്വീപ് വാങ്ങി അടുത്ത 10 വർഷത്തേക്ക് സുഖമായി ഉറങ്ങും. തീർച്ചയായും മിക്കവാറും ആളുകൾ അങ്ങനെയാകും ചെയ്യുക. അവിടെ ആ കഥ അവസാനിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം ചെയ്തതെന്താണെന്ന് നോക്കൂ. ഇതൊരു, എങ്ങനെ പറയാനാ, നമ്മൾ ഈ വീഡിയോ ഗെയിമിൽ ഒരു ലെവല് ജയിച്ചാൽ അവിടെ വെച്ച് നിർത്താതെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭ്രാന്തമായ അടുത്ത ലെവലിലേക്ക് സ്വയം തെരഞ്ഞെടുത്തു പോകുന്നതിന് തുല്യമാണ്. ശരിയാണ്, ആ നൈറ്റ്മെയർ ലെവലിലേക്ക്. പണം കിട്ടിയ ഉടനെ അദ്ദേഹം ബാങ്കിംഗ് മേഖലയിലേക്ക് കടന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ബാങ്കിംഗ് തെരഞ്ഞെടുത്തത്? അദ്ദേഹം എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പഴയകാലത്തെ രീതികളിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യവസായങ്ങളെയാണ്. അദ്ദേഹം $12 മില്യൺ മുടക്കി X.com തുടങ്ങി. എന്നാൽ അക്കാലത്ത് ഓൺലൈനിൽ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നൽകാൻ ജനങ്ങൾക്ക് വലിയ ഭയമായിരുന്നു. അതെ, 90കളുടെ അവസാനമാണല്ലോ. ആ ഭയം മാറ്റാൻ അദ്ദേഹം ചെയ്ത തന്ത്രമെന്താണെന്നോ? പുതിയതായി സൈനപ്പ് ചെയ്യുന്ന യൂസർമാർക്ക് $20 അക്കൗണ്ടിലേക്ക് സൗജന്യമായി നൽകി. ഒപ്പം മറ്റൊരാളെ റെഫർ ചെയ്താൽ $10 വേറെയും. വെറുതെ പണം കൊടുക്കുകയോ? അതൊരു നഷ്ടക്കച്ചവടമല്ലേ? ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നും. പക്ഷെ ഇതിന് പിന്നിലെ കണക്ക് വളരെ കൃത്യമാണ്. പരമ്പരാഗത ബാങ്കുകൾ ഒരു പുതിയ ഉപഭോക്താവിനെ കണ്ടെത്താൻ TV പരസ്യങ്ങൾക്കും മറ്റുമായി $100 ചിലവാക്കുമായിരുന്നു. ഇതിനെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്നാണ് പറയുക. ഓ, മനസ്സിലായി. അപ്പോ ആ പരസ്യത്തിന് കൊടുക്കുന്ന കാശ്? അതെ, ആ പണം പരസ്യ കമ്പനികൾക്ക് കൊടുക്കുന്നതിനു പകരം നേരിട്ട് ഉപഭോക്താവിന് തന്നെ കൊടുത്താലോ എന്നാണ് മസ്ക് ചിന്തിച്ചത്. വെറും 2 മാസം കൊണ്ട് 2 ലക്ഷം യൂസർമാരെയാണ് അവർ നേടിയത്. പിന്നീട് പീറ്റർ തീലിന്റെ കമ്പനിയുമായി ചേർന്ന് ഇത് പേപ്പാലായി മാറി. ഗംഭീരമായൊരു ബിസിനസ് തന്ത്രം തന്നെയാണത്. പക്ഷെ ആ പേപ്പാൽ കാലഘട്ടം അദ്ദേഹത്തിന് വലിയ വ്യക്തിപരമായ തിരിച്ചടികൾ നൽകിയെന്നാണ് സ്രോതസ്സുകൾ പറയുന്നത്. അതെ. സ്വന്തം ഹണിമൂണിനായി ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് കമ്പനി ബോർഡ് അദ്ദേഹത്തെ CEO സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ദിവസങ്ങൾ വേണ്ട ജോലി വെറും മണിക്കൂറുകൾക്കുള്ളിൽ തീർക്കാൻ ആവശ്യപ്പെടുന്ന അദ്ദേഹത്തിന്റെ കടുത്ത പ്രവൃത്തി രീതികളും മൈക്രോ മാനേജ്മെന്റുമായിരുന്നു അതിന് കാരണം. എന്നാൽ അതിനേക്കാളൊക്കെ വലിയൊരു വൈകാരിക തകർച്ച ആ സമയത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നില്ലേ? ശരിയാണ്. പേപ്പാലിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ അദ്ദേഹമായിരുന്നതിനാൽ eBay ആ കമ്പനി വാങ്ങിയപ്പോൾ അദ്ദേഹത്തിന് $180 മില്യൺ ലഭിച്ചു. സാമ്പത്തികമായി വലിയ വിജയമായി. പക്ഷെ ആ സമയത്താണ് വെറും 10 ആഴ്ച മാത്രം പ്രായമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ മകൻ മരണപ്പെടുന്നത്. ഹായ്, അതൊരു വലിയ ആഘാതം തന്നെയായിരിക്കും. തീർച്ചയായും. എന്നാൽ സാധാരണ മനുഷ്യരെപ്പോലെ കരഞ്ഞു തീർക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കുട്ടിക്കാലത്ത് ഒറ്റപ്പെടൽ നേരിട്ടപ്പോൾ പുസ്തകങ്ങളിലേക്കും കമ്പ്യൂട്ടറിലേക്കും ചുരുങ്ങിയതുപോലെ സ്വന്തം മകന്റെ വേർപാട് നൽകിയ ആ വലിയ വേദന മറക്കാൻ അദ്ദേഹം വീണ്ടും അങ്ങേയറ്റത്തെ ജോലിയിലേക്ക് തിരികെയാണ് ചെയ്തത്. ശരിക്കും ആ ലക്ഷ്യങ്ങളാണ് ലോകത്തെ മാറ്റിമറിച്ചത്. കാരണം ഇന്റർനെറ്റ് ലോകം കീഴടക്കി. കയ്യില് $180 മില്യൺ ഇരിക്കുമ്പോൾ സാധാരണക്കാരായ സിലിക്കൺ വാലി സംരംഭകൾ മറ്റു ചെറിയ കമ്പനികളിൽ നിക്ഷേപം നടത്തും. പക്ഷെ ഇദ്ദേഹം നോക്കിയത് ഭൂമിക്ക് പുറത്തേക്കാണ്. ചൊവ്വയിലേക്കല്ലേ? അതെ, ചൊവ്വയിൽ മനുഷ്യനെ എത്തിക്കുക എന്ന ആശയം. നാസയ്ക്കു പോലും ഇല്ലാത്ത പദ്ധതികൾ. സ്വന്തമായി റോക്കറ്റ് വാങ്ങാൻ അദ്ദേഹം റഷ്യയിൽ പോയി. അവിടെ വെച്ച് ഒരു മിസൈലിന് $21 മില്യൺ ചോദിച്ച് റഷ്യക്കാർ അദ്ദേഹത്തെ പരിഹസിച്ചു വിട്ടു. ഈയൊരു സംഭവമാണ് ബഹിരാകാശ ചരിത്രം മാറ്റിയെഴുതിയത് എന്നതെനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ആ പരിഹാസത്തിന് അദ്ദേഹം നൽകിയ മറുപടി എന്തായിരുന്നു? അത് തികച്ചുമൊരു എഞ്ചിനീയറുടെ മറുപടിയായിരുന്നു. മടക്കയാത്രയിൽ ഫ്ലൈറ്റിലിരുന്ന് തന്റെ ലാപ്ടോപ്പിൽ അദ്ദേഹം ഒരു റോക്കറ്റ് നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില കണക്കുകൂട്ടി. അലുമിനിയം, ടൈറ്റാനിയം ഒക്കെയാണോ? അതെ, അവയുടെ മാർക്കറ്റ് വില നോക്കി. അപ്പോഴാണ് അദ്ദേഹം ആ വലിയ രഹസ്യം കണ്ടെത്തുന്നത്. ഒരു റോക്കറ്റ് നിർമ്മിക്കാൻ വരുന്ന ആകെ ചെലവിന്റെ വെറും 2 അല്ലെങ്കിൽ 3% മാത്രമേ ഇതിന്റെ മെറ്റീരിയലുകൾക്ക് വരുന്നുള്ളൂ. ഓ, ബാക്കിയൊക്കെയോ? ബാക്കി തുക മുഴുവൻ പല കമ്പനികളിലൂടെ കൈമറിഞ്ഞു പോകുന്നതിന്റെ ലാഭവിഹിതമാണ്. അപ്പോൾ പ്രശ്നം സാങ്കേതിക വിദ്യയിലല്ല,
നിർമ്മാണ പ്രക്രിയയിലാണ് എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് സ്പേസ് എക്സ് ജനിക്കുന്നത്. സ്രോതസ്സുകളിൽ വെർട്ടിക്കൽ ഇന്റിഗ്രേഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് പുറത്തുനിന്നുള്ള സപ്ലയർമാരെ ഒഴിവാക്കി എല്ലാം ഇൻഹൌസായി നിർമ്മിക്കുക എന്ന്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? തീർച്ചയായും പറയാം. നിങ്ങളൊരു കേക്ക് ഉണ്ടാക്കാൻ പോകുകയാണെന്ന് കരുതുക. സാധാരണഗതിയിൽ നിങ്ങൾ കടയിൽ പോയി മൈദയും പഞ്ചസാരയും വാങ്ങും. എന്നാൽ വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൈദ വാങ്ങുന്നതിന് പകരം സ്വന്തമായൊരു ഗോതമ്പ് പാടം വാങ്ങുന്നതിന് തുല്യമാണ്. അത് നല്ലൊരു ഉദാഹരണമാണ്. പരമ്പരാഗത ബഹിരാകാശ കമ്പനികൾ ഒരു പാർട്ടും സ്വന്തമായി ഉണ്ടാക്കിയിരുന്നില്ല. എല്ലാം പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വാങ്ങുകയായിരുന്നു. മസ്ക് അത് മാറ്റി സ്വന്തം ഫാക്ടറിയിൽ തന്നെ എല്ലാം നിർമ്മിച്ചു തുടങ്ങി. അതുവഴി മറ്റു കമ്പനികൾ $70 മില്യൺ ചോദിച്ചെടുത്ത് വെറും $7 മില്യൺ സ്പേസ് എക്സ് പേലോഡ് ബഹിരാകാശത്തെത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇവിടെ പേലോഡ് എന്ന് പറയുന്നത് ആ റോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകുന്ന സാറ്റലൈറ്റുകളോ കാർഗോയോ ആണല്ലോ. അതെ. 70 മില്യണിൽ നിന്ന് 7 മില്യണിലേക്ക് ചെലവ് കുറയ്ക്കുക എന്നത് വലിയ കാര്യമാണ്. പക്ഷേ സംഗതികൾ അദ്ദേഹം വിചാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല. 2008-ൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതെ, ഒരേ സമയം 2 വൻ പ്രതിസന്ധികളാണ് അദ്ദേഹം നേരിട്ടത്. ഒരു വശത്ത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 1 റോക്കറ്റിന്റെ ആദ്യത്തെ 3 വിക്ഷേപണങ്ങളും പരാജയപ്പെട്ട് പൊട്ടിത്തെറിച്ചു. $100 മില്യൺ ആകാശത്ത് ചാമ്പലായി. വല്ലാത്തൊരവസ്ഥ. മറുവശത്ത് ഇതേ സമയം ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി അദ്ദേഹം നിക്ഷേപം നടത്തിയ ടെസ്ല എന്ന ഇലക്ട്രിക് കാർ കമ്പനിയും തകർച്ചയുടെ വക്കിലായിരുന്നു. ഒരു കാർ വിൽക്കാൻ ഉദ്ദേശിച്ച തുകയേക്കാൾ വളരെ കൂടുതലായിരുന്നു അതിന്റെ നിർമ്മാണ ചെലവ്. പോരാത്തതിന് 2008-ലെ ആഗോള സാമ്പത്തിക മാന്ദ്യവും വന്നു. ഇതൊരു ഭ്രാന്തമായ അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു പോക്കർ ഗെയിമിൽ താൻ തോൽപ്പുമെന്ന് ഉറപ്പായ സമയത്ത് കളി അവസാനിപ്പിക്കുന്നതിന് പകരം സ്വന്തം പോക്കറ്റിലുള്ള അവസാനത്തെ കാശും സ്വന്തം വീടിന്റെ ആധാരവും മക്ലാരൻ കാർ വിറ്റ പണവുമെല്ലാം മേശപ്പുറത്ത് വെച്ച് വീണ്ടും ചൂതാടുന്നതിന് തുല്യമാണിത്. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു ബിസിനസ് ഉപദേശകനും പറയുക, സുരക്ഷിതമായി ഏതെങ്കിലും ഒരു കമ്പനിയെ രക്ഷിക്കാനാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ മുഴുവൻ സമ്പത്തും ഉപയോഗിച്ച് 2 കമ്പനികളെയും ഒന്നിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചത്? ഇതൊരു തരം അഹങ്കാരമായിരുന്നോ? അതോ സ്വന്തം കണക്കുകളിലുള്ള വിശ്വാസമായിരുന്നോ? അതൊരു അതിജീവനത്തിന്റെ പോരാട്ടമായിരുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ പ്രധാനമാണെന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ആ റിസ്ക്കാണ് 2008 ഡിസംബറിൽ ഫാൽക്കൺ 1ന്റെ 4ാം വിക്ഷേപണത്തോടെ ചരിത്രമാവുന്നത്. ആ വിക്ഷേപണം വിജയിച്ചില്ലേ? അതെ. തന്റെ കയ്യിലുള്ള അവസാനത്തെ പണം ഉപയോഗിച്ചുള്ള ആ വിക്ഷേപണം വിജയകരമായതോടെ നാസയുടെ $1.6 ബില്യൺ വലിയൊരു കരാർ സ്പേസ് എക്സിന് ലഭിച്ചു. അതോടൊപ്പം കൃത്യം ക്രിസ്മസ് തലേന്ന് ടെസ്ലയ്ക്ക് $40 മില്യൺ ഫണ്ടിങ്ങും ലഭിച്ചു. ഹായ്! ആ ഒരൊറ്റ മാസം അദ്ദേഹത്തിന്റെ 2 കമ്പനികളെയും വലിയൊരു സാമ്രാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ആ തിരിച്ചുവരവിനു ശേഷം അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഭാവിയെ തിരുത്തി എഴുതുകയാണ് ചെയ്തത്. തീർച്ചയായും. 2012-ൽ ടെസ്ല അവരുടെ മോഡൽ എസ് പുറത്തിറക്കി. അത് വെറുമൊരു കാർ ആയിരുന്നില്ല എന്ന് സ്രോതസ്സുകൾ പറയുന്നു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു മോഡൽ എസ്? വാഹന വ്യവസായത്തിൽ ഉണ്ടാക്കിയ ആ വലിയ ഞെട്ടൽ. മോഡൽ എസ് എന്നത് യഥാർത്ഥത്തിൽ ചക്രങ്ങളുള്ളൊരു കമ്പ്യൂട്ടറായിരുന്നു. അന്നുവരെ മറ്റ് കമ്പനികൾ ഉണ്ടാക്കിയ കാറുകൾ വാങ്ങിയാൽ കാലം കഴിയുന്തോറും അതിന്റെ മൂല്യം കുറയുകയുള്ളൂ. അതെ, സ്വാഭാവികമായും അങ്ങനെയാണല്ലോ. എന്നാൽ നമ്മൾ മൊബൈൽ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ ഓവർ ദി എയർ അപ്ഡേറ്റുകളിലൂടെ ഒരു കാറിനെ രാത്രിക്ക് രാത്രി കൂടുതൽ മികച്ചതാക്കാമെന്ന ആശയം പരമ്പരാഗത വാഹന വ്യവസായത്തെ അമ്പരപ്പിച്ചു. കാറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തനിയെ പുറത്തേക്ക് വരുന്ന ഡോർ ഹാൻഡിലുകൾ മുതൽ വലിയ ടച്ച് സ്ക്രീൻ വരെ ആ വാഹനത്തെ ഒരു ഗാഡ്ജറ്റാക്കി മാറ്റി. സ്പേസ് എക്സിന്റെ കാര്യത്തിലാണെങ്കിലോ വിക്ഷേപിച്ച റോക്കറ്റുകൾ കേടുപാടുകൾ കൂടാതെ തിരികെ ഭൂമിയിലിറക്കി വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യ അവർ വികസിപ്പിച്ചു. റീയൂസബിലിറ്റി. അതെ, സ്രോതസ്സിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നിങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു ബോയിംഗ് 747 വിമാനത്തിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ വിമാനപ്പീസിൽ വെച്ച് ആ വിമാനം നശിപ്പിച്ച് കളയുന്നതിന് തുല്യമായിരുന്നു അന്നുവരെയുള്ള ബഹിരാകാശ യാത്രകൾ. പുനരുപയോഗം വന്നതോടെ ബഹിരാകാശ യാത്രയുടെ ചിലവ് അവിശ്വസനീയമാം വിധം കുറഞ്ഞു. കൃത്യമാണ് ആ ഉദാഹരണം. അവിടെ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ. സ്റ്റാർലിങ്ക് വഴി ലോകമെമ്പാടും സാറ്റലൈറ്റ് ഇന്റർനെറ്റ്,
മനുഷ്യനെ ചൊവ്വയിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന സ്റ്റാർഷിപ്പ് പ്രോജക്റ്റ്. പിന്നെയുള്ളത് ന്യൂറാലിങ്ക് അല്ലേ? അതെ, മനുഷ്യന്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ന്യൂറാലിങ്ക്, ഗതാഗതക്കുറുക്ക് ഒഴിവാക്കാൻ ഭൂമിക്കടിയിലൂടെ കുഴലുകൾ നിർമ്മിക്കുന്ന ബോറിംഗ് കമ്പനിയും ഹൈപ്പർലൂപ്പും, പിന്നെ ഏറ്റവും പുതിയതായി തുടങ്ങിയ XAI എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും. ഒടുവിൽ 2023 ട്വിറ്റർ ഏറ്റെടുക്കൽ കൂടിയായപ്പോൾ അദ്ദേഹം സാങ്കേതികവിദ്യയുടെ മാത്രമല്ല വിവരവിനിമയത്തിന്റെയും തലപ്പത്തെത്തി. ഇതൊക്കെ കേൾക്കുമ്പോൾ രോമാഞ്ചം വരുമെങ്കിലും ഈ വലിയ വിജയങ്ങൾക്ക് പിന്നിലെ ഇരുണ്ട വശങ്ങളും നമ്മൾ കാണേണ്ടതുണ്ട്. തീർച്ചയായും. എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തകർത്തെറിയേണ്ടി വരുമെന്നാണ്. അദ്ദേഹത്തിന്റെ കമ്പനികളിലെ ജീവനക്കാരുടെ കടുത്ത ജോലിഭാരവും വർക്ക് പ്രഷറും എപ്പോഴും വലിയ വിവാദമാകാറുണ്ട്. അത് നമ്മൾ ഒരുപാട് വാർത്തകളിൽ കണ്ടതാണ്. അതെ, ട്വിറ്റർ ഏറ്റെടുത്ത ഉടനെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടത് നമ്മൾ കണ്ടതാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരൊറ്റ ട്വീറ്റ് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റുകളെയും ക്രിപ്റ്റോ കറൻസികളെയും ഒരു നിമിഷം കൊണ്ട് താഴെയിറക്കുന്നതും മുകളിലേക്ക് കൊണ്ടുപോകുന്നതും എന്നതും സാമ്പത്തിക ലോകം വലിയ ആശങ്കയോടെയാണ് കാണുന്നത്. അത് വളരെ ശരിയായ നിരീക്ഷണമാണ്. സ്രോതസ്സുകൾ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകളാണ്. ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അദ്ദേഹം അടുത്തിടെ $280 മില്യൺ നൽകിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇവിടെ നമ്മുടെ സ്രോതസ്സുകള് വളരെ രസകരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു വശത്ത് അതിരുകളില്ലാത്ത സമ്പത്ത്, മറുവശത്ത് രാഷ്ട്രീയ അധികാരങ്ങളിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം. ഇത് രണ്ടും കൂടി ഒത്തുചേരുമ്പോൾ ചില വിഭാഗം ജനങ്ങൾക്കെങ്കിലും അതൊരു ഭയമായി മാറുന്നുണ്ട് എന്ന് റിപ്പോർട്ട് പറയുന്നു. അതെ, അത് സ്വാഭാവികമായ ഒരു ഭയമാണ്. തീർച്ചയായും. ഈ വിഷയത്തിൽ നമ്മൾ യാതൊരുവിധ പക്ഷവും പിടിക്കുന്നില്ല. പകരം സ്രോതസ്സുകളിലെ വിവരങ്ങൾ നിഷ്പക്ഷമായി വിശകലനം ചെയ്യുക മാത്രമാണ്. എങ്കിലും എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് ഇലോണിനെ ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ വെറുക്കാം, പക്ഷെ അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. എനിക്കറിയേണ്ടത്, ലോകത്തെ എത്രത്തോളം മാറ്റിമറിക്കാൻ ഇത്തരമൊരു ഒട്ടും കരുണയില്ലാത്തൊരു രീതി യഥാർത്ഥത്തിൽ ആവശ്യമാണോ? അതൊരു വലിയ ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം നമ്മൾ ആദ്യം സംസാരിച്ച അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് തന്നെയുണ്ട്. പ്രപഞ്ചം വളരെ തണുത്തുറഞ്ഞതും കഠിനവുമാണെന്നാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാന വിശ്വാസം. അവിടെ വികാരങ്ങളെക്കാൾ ലോജിക്കിനാണ് മുൻഗണന. അപ്പോ മനുഷ്യബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ലേ? അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റുള്ളവരുമായുള്ള വൈകാരികമായ ബന്ധങ്ങളെക്കാൾ മനുഷ്യരാശിയുടെ ഭാവി സുരക്ഷിതമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. ഭാവി നമ്മളിലേക്ക് വരാൻ കാത്തിരിക്കേണ്ടതല്ല, അത് നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടതാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ തിയറി. അതിനെ വില കൊടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അത് ശരിയാണ്. ആ രീതി ശരിയാണോ തെറ്റാണോ എന്നത് വിലയിരുത്തുന്നവരുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ആ കരുണയില്ലാത്ത രീതി തന്നെയാണ് പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ന് സ്വന്തമായി റോക്കറ്റ് നിർമ്മിക്കുന്ന വലിയൊരു സാമ്രാജ്യം വരെ അദ്ദേഹത്തെ എത്തിച്ചത് എന്നത് മാറ്റാൻ കഴിയാത്തൊരു വസ്തുതയാണ്. ശരിയാണ്. നമ്മൾ ഇന്നത്തെ ഈ ഡീപ് ഡൈവ് അവസാനിപ്പിക്കുമ്പോൾ ഒരാശയം എത്ര വലുതാണെങ്കിലും അത് നടപ്പിലാക്കാനുള്ള അങ്ങേയറ്റത്തെ ഇച്ഛാശക്തിയും റിസ്ക് എടുക്കാനുള്ള ധൈര്യവുമുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാം എന്ന് തന്നെയാണ് ഈ വിവരങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. തീർച്ചയായും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ പരാമർശിച്ച രാഷ്ട്രീയ വിഷയങ്ങളിലും വിവാദങ്ങളിലും നമ്മളൊരു പക്ഷവും പിടിക്കുന്നില്ല. സ്രോതസ്സിലെ വിവരങ്ങൾ വിശകലനം ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തത്. അതെ. പക്ഷേ ഈ സ്രോതസ്സുകളെല്ലാം വിശകലനം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങൾ ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് ഒരു വ്യക്തിയുടെ കയ്യിൽ ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളെക്കാളും കൂടുതൽ സമ്പത്തുണ്ട്. ആയിരക്കണക്കിന് സാറ്റലൈറ്റുകളിലൂടെ നമ്മുടെ ബഹിരാകാശത്തിന്റെയും വിവരവിനിമയ സംവിധാനങ്ങളുടെയും നിയന്ത്രണം അദ്ദേഹത്തിന് സ്വന്തമാണ്. ഒപ്പം രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള കരുത്തുമുണ്ട്. അതൊരു ഭയപ്പെടുത്തുന്ന ചിന്ത കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ വരും കാലങ്ങളിൽ പരമാധികാരമുള്ള സർക്കാരുകളും ഇതുപോലുള്ള അതിസമ്പന്നരായ വ്യക്തികളും തമ്മിലുള്ള അധികാര സമവാക്യം എങ്ങനെയായിരിക്കും മാറുക? നാളത്തെ ലോകം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കാൻ പോകുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളായിരിക്കുമോ? അതോ ഇത്തരം വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്ന വ്യക്തികളായിരിക്കുമോ? നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കും. പുതിയൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.